രത്നനിർണയ രീതികളും രത്നങ്ങളുടെ ഉപയോഗങ്ങളും ചർച്ചയാകുന്ന രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജിമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സുസ്വാഗതം. നമസ്കാരം. നമസ്തേ. നമസ്തേ. നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു വന്നിരുന്ന കാര്യം ലഗ്നം, അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രത്യേകമായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം തുലാം രാശിയെക്കുറിച്ചും ലഗ്നത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. അതിൽ സാർ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് തുലാം ലഗ്നത്തിൽ ചൊവ്വ വന്നാലുള്ള ആ ഒരു കാര്യങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതിന് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഘടകങ്ങൾ, കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട രത്നങ്ങളെക്കുറിച്ചും പറഞ്ഞു. അത് അനുകൂലമായ ഗ്രഹങ്ങൾ, അനുകൂലമായ രത്നങ്ങൾ, പ്രതികൂലമായിട്ടുള്ള പ്ലാനറ്റ്സ് എന്ത്, തുലാം ലഗ്നത്തിന് തുലാം രാശിയുടെ ഓപ്പോസിറ്റ് പ്ലാനറ്റ്സ്, അതിൽ രത്നങ്ങൾ ഉപയോഗിക്കേണ്ട രീതി ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. പ്രത്യേകമായിട്ട് ആ റെഡ് കോറൽസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. തുലാം ലഗ്നമാണ്, അതുപോലെ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നു. എന്നിരുന്നാൽ പോലും നമ്മൾ റെഡ് കോറൽ കോറൽസ് കൊടുക്കുന്നുണ്ട്. അത് വൈറ്റ് കോറൽസ് ആണെന്ന് മാത്രം മാറും. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോവുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഓരോ ലഗ്നത്തെക്കുറിച്ചും നമുക്ക് ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ നമുക്ക് മതിയാകാതെ വരുന്നത്. അതെ 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 കാരണം ഒരു ഡെപ്തുള്ള സബ്ജക്റ്റ് അല്ലേ. അപ്പം അത് നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ അങ്ങ് പോകും. അപ്പോൾ എപ്പിസോഡുകൾ നമ്മൾ ഓരോ ലഗ്നത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് അടുത്തൊരു അടുത്ത സൈനിലേക്ക് നമുക്ക് പോകണം. കാരണം സമയത്തിൻ്റെതായിട്ടുള്ള ഒരു പരിമിതികൾ നമുക്കുണ്ട്. തുലാം കഴിഞ്ഞ വൃശ്ചിക ലഗ്നം, സൈൻ ഓഫ് സ്കോർപിയോ. വൃശ്ചിക രാശി എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ രാശിയാണ്. ഓക്കെ, ചൊവ്വയുടെ തന്നെ അതെ ഓൺ രാശി തന്നെ. ഓക്കെ, മേടവും രാശിയും വൃശ്ചിക രാശിയും ചൊവ്വയുടെ രാശിയാണ്. മേടൻ രാശിയുടെ 8th ഹൗസ് എന്ന് പറയുന്ന രാശി വൃശ്ചികമാണ്. അതിൻ്റെ അധിപൻ ചൊവ്വയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ വൃശ്ചിക രാശി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു സിംപിൾ, അതിൻ്റെ ഒരു സ്വരൂപം തന്നെ തേളാണ്, പോയിസൺ. പിന്നെ ഒരു ഫിക്സഡ് സൈനാണ്, സ്ഥിരരാശി എന്ന് പറയുന്ന രാശിയാണ് വൃശ്ചിക രാശി. ജലരാശിയാണ്, ജലമുണ്ട്, വാട്ടർ എലമെൻറ്റ്. അപ്പം ഒരു വെട്ടവും പ്രകാശവും കയറാത്ത എന്ന് വേണേൽ പറയാവുന്ന നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഹൗസ് ആണ് വൃശ്ചികം. അപ്പോൾ നിഗൂഢതകളെന്ന് പറയുമ്പം നമുക്ക് വൃശ്ചികം, ഈ ചൊവ്വയുടെ പ്രത്യേകതകൾ, ഈ ചൊവ്വ ഒരു 2 സൈഡുള്ള ആളാണ്. ചൊവ്വ വളരെ കൃത്യനിഷ്ഠതയുള്ള ആളാണ്. അതേസമയം തന്നെ ഒരു ടെറർ ആയിട്ട് എലമെൻറ്റും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്ലേസ്മെൻറ്റ് ഓഫ് മാർസ് ഇൻ യുവർ ചാർട്ട്. അതാണ് ആ ചാർട്ടിൽ ചൊവ്വ നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമുക്കിപ്പം നമ്മൾ പറയുന്ന അതിൻ്റെ മൈനസ് പോയിൻറ്റ്സാണ്, നെഗറ്റീവ് പോയിൻറ്റ്സാണ്. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പിന്നെ വീണ്ടും വിചാരങ്ങളൊന്നും എടുക്കാതെയൊക്കെ പല റിലേഷൻഷിപ്പിലും പെടാം. അതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം ഉപയോഗിക്കാം. അത് നമ്മൾ വന്നു ചേരും, ഉപയോഗിക്കാമെന്നല്ല, വന്നു ചേരാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കാതെ നിൽക്കും. അതുകൊണ്ട് തന്നെ നിഗൂഢത എന്ന് പറയുന്നത് 8th ഹൗസ് ഒരു നിഗൂഢമായ ഒരു ഹൗസും കൂടെയാണ്, നിഗൂഢതയാണ്. അപ്പം ആ ക്യാരക്ടറും ഈ വ്യക്തിയിൽ വരാം. എന്തോ എല്ലാം അങ്ങോട്ട് ട്രാൻസ്പെറൻ്റായിട്ട്, ട്രാൻസ്പെറൻസി കുറവായിരിക്കും മൊത്തത്തിലൊരു ആളുടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഈ വെട്ടവും വെളിച്ചവും ഇല്ല, നിഗൂഢതകളും നിറഞ്ഞ് അങ്ങനെ നിൽക്കും. നമ്മൾ ചില സമയങ്ങളിൽ, ചില കാലഘട്ടങ്ങളിൽ നമ്മൾ ചില ലിഫ്റ്റിലൊക്കെ കുടുങ്ങിയ പോലെ ആയിപ്പോവും, കുടുങ്ങിപ്പോവും ആ രാശിയിൽ. അത് നമ്മൾ ചൊവ്വയുടെ ഒരു മൈനസ്സായിട്ട് നിൽക്കുന്ന ചാർട്ടുകളാണ് പറയുന്നത്. ചൊവ്വയുടെ റോങ് പ്ലേസ്മെൻറ്റ്, റോങ് കൺജക്ഷൻസ്, അങ്ങനെയൊക്കെ വന്നാലാണ് സംഭവിക്കുക. ചൊവ്വ നന്നായിട്ട് നിൽക്കുമ്പോൾ ലഗ്നാധിപനായിരിക്കുന്ന ചൊവ്വ ലഗ്നത്തിൽ തന്നെ നിന്നു, അതൊന്നും പറയാൻ പറ്റില്ല.
ലഗ്നാധിപനായിരിക്കുന്ന ചൊവ്വ മകരത്തിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നു. അല്ലെ 6th ഹൗസ് 8th ഹൗസ്, വൃശ്ചികത്തിൻ്റെ 8th ഹൗസ് എന്ന് പറയുമ്പോൾ മേടമായി, അല്ല സോറി 6th ഹൗസ് എന്ന് പറഞ്ഞാൽ മേടമായി, മേടത്തിൻ്റെ 8th ഹൗസ് എന്ന് പറഞ്ഞാൽ വീണ്ടും വൃശ്ചികമായി. അപ്പോൾ അവിടെയൊക്കെ നിന്നാൽ നമുക്ക് അത്രയും റോങ് എഫക്ട്സ് പറയാനില്ല. അല്ലെങ്കിൽ ചൊവ്വയും വ്യാഴവും ചൊവ്വ ചന്ദ്രനൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്നു, ഇതൊന്നും അങ്ങനെ പറയാൻ പാടില്ല. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും ആളുടെ ക്യാരക്ടർ. പക്ഷെ ജനറലി വൃശ്ചികം രാശിയെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒരു മൈനിങ് ജിയോളജിയൊക്കെ ഈ രാശിയായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. പിന്നെ ഫാർമസി, കെമിസ്റ്റ്, സർജറി, മിലിറ്ററി, ആർമി, പോലീസ് ഓഫീസേഴ്സ്, ഇതുമെല്ലാം ചൊവ്വയുടെ ക്യാരക്ടറാണ്. ചൊവ്വ ഭരിക്കുന്ന രാശിയാണല്ലോ ഇത്, വൃശ്ചിക രാശി. അപ്പം ചൊവ്വയുടെ 2 സൈഡുകളും പറ്റി നമ്മൾ ചിന്തിക്കണം ഒരു ചാർട്ട് കിട്ടിയാൽ എന്നർത്ഥം. അതായത് ഒരു നാണയത്തിൻ്റെ 2 സൈഡ് എന്ന് പറഞ്ഞ പോലെ, 2 സൈഡ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത് നിൽക്കുന്നത്. വൃശ്ചിക രാശിയും വൃശ്ചികത്തിന് ലഗ്നവും കൂടെ വന്നാൽ ചൊവ്വ എന്ന് പറയുന്നതിന് വളരെ പ്രോമിനൻസ് അവിടെ വന്നു. ഈ 12 ഹൗസസിലും ആ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് ലഗ്നാധിപനുമാണ്, ആ കൂറിൻ്റെ അധിപനുമാണ്. വൃശ്ചിക കൂറിൻ്റെ അധിപനും കൂടെ ആയി, വൃശ്ചിക ലഗ്നവുമായി. അപ്പോൾ ചൊവ്വയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് അവിടെ വന്നു. ഇങ്ങനെയുള്ള ആൾ കുറച്ച് നല്ല കറേജ് ഉള്ള ആളായിരിക്കും, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരിക്കും ജനറലി. ഇപ്പോൾ ചൊവ്വ നല്ല പ്ലേസ്മെൻറ്റ് നിൽക്കുന്നത് കൊണ്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ആളായിരിക്കും. അതായത് വളരെ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും നല്ല ഊർജ്ജസ്വലനായിരിക്കും. കാരണം ബ്ലഡ് എനർജിയാണത്. ബ്ലഡ് സർക്കുലേഷൻ ഇൻ യുവർ ബോഡി ഈസ് മാർസ്. അപ്പോൾ മാർസിൻ്റെ അതും നമുക്ക് സ്വാധീനം ചെയ്യും. ആൾ നല്ല ഊർജ്ജം എപ്പോഴും നോക്കിയാൽ നല്ല വൈബ്രൻ്റ് ആയിട്ട് നിൽക്കും. എന്നാലും ഫുൾ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടായിരിക്കത്തില്ല ആളുടെ അപ്രോച്ചും കാര്യങ്ങളും. അവിടെ ഒരു നിഗൂഢത അവിടെ കീപ്പ് ചെയ്യും. ഒരാളെ ഫ്രണ്ടിലിരിക്കുന്ന ആളെ പറ്റി കൂടുതലും ഭയങ്കരമായിട്ട് നന്നായിട്ട് മനസ്സിലായതിന് ശേഷം അയാളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിൽ എത്തിച്ചേരത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വൃശ്ചിക രാശി അല്ലെങ്കിൽ വൃശ്ചിക ലഗ്നത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം ഒരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ വൃശ്ചികം ആ ഒരു സൈനെക്കുറിച്ച്, ആ ഒരു ഹൗസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതായത് സോഡിയാക് സൈനിൽ 8ാമത്തെ സൈനാണ് ഈ വൃശ്ചികം എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ സാറ് പറഞ്ഞു തേളാണ്. മൊത്തത്തിലൊരു സൈൻ, അതൊരു വിഷം. തേളെങ്ങനെയാണ്, അതാണ് ആ സിമ്പിൾ. അതിനകത്ത് സൈനിൻ്റെ സിമ്പിളുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ക്യാരക്ടർ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചൊവ്വയുടെ ആ വ്യക്തിയുടെ ചാർട്ടിൽ ചൊവ്വയുടെ പ്ലേസ്മെൻ്റ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടത്. ചുമ്മാ വൃശ്ചിക രാശിയാണ് തേളാന്നും പറഞ്ഞ് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റാണ്. ഇപ്പം മേടൻ രാശിയുടെ 8th ഹൗസ് എന്ന് പറയുന്ന വൃശ്ചികം രാശി നമ്മുടെ ശരീരഭാഗത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രൈവറ്റ് പാർട്സ്, അബ്ഡമൻ, ലോവർ അബ്ഡമൻ ഏരിയയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ രാശിയിൽ ഒരു വെട്ടവും വെളിച്ചവും ഇല്ലാത്ത രാശിയാണ്, ഒരു നിഗൂഢത നിറഞ്ഞ. അപ്പോൾ അത് ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബോഡി പാർട്ടും അല്ലത്. അത് ഇതെങ്ങനെ കണക്റ്റായി, അതാണ് കണക്റ്റഡ് ആകുന്നത്. നോക്കിയോ, മനസ്സിലല്ലേ? നമ്മുടെ കയ്യോ കാലോ എഴുത്തോ ഒന്നുമല്ല. അപ്പം നമ്മുടെ അബ്ഡമൽ ലോവർ അബ്ഡമൽ പോർഷനിലായതുകൊണ്ട് വെട്ടം വെളിച്ചം അല്ലല്ലോ അവിടെ. അപ്പോൾ ആ നിഗൂഢത നിറഞ്ഞ ഒരു ഹൗസ്, നിഗൂഢത നിറഞ്ഞ രാശി ആണ് ബേസിക്കലി ഈ രാശി. ഇതിൻ്റെ ഒരു ഫലപ്രാപ്തി പറയണമെങ്കിൽ ചൊവ്വയുടെ പൊസിഷൻസ് നോക്കിയിട്ട് വേണം ഇതിനകത്ത് പറയാനായിട്ട്. ഓരോ വ്യക്തികളുടെയും ചാർട്ടിൽ ചൊവ്വ എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് എന്ന് നോക്കിയിട്ട് പല സർജൻസ്മാരും ചൊവ്വയ്ക്ക് വളരെ സർജറി. ഇപ്പോൾ ചില കുട്ടികളുടെയൊക്കെ അവർ ഏത് സബ്ജക്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക. നമുക്ക് ഈ 10th ഹൗസിൽ 10ൽ ചൊവ്വയും രാഹു ഒക്കെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം ഒരു മെഡിക്കൽ ഫീൽഡാണ്. ആ മെഡിക്കലിൽ നമുക്ക് എന്തെടുക്കണം? സർജനാണ്.
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പോയിൻ്റ് അങ്ങനെ. ഇനി ഈ വൃശ്ചികത്തിൽ, അതായത് ഈ ലോവർ അബ്ഡമൽ പോർഷനിൽ ചൊവ്വയും ശനിയും രാഹു പോലത്തെ മറ്റുള്ള ഗ്രഹങ്ങളും ആണെന്നുണ്ടെങ്കിൽ സർജറിയും വേണ്ടി വരാം ആൾക്ക്. അപ്പോൾ ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് രണ്ടല്ല അനേക തരത്തിലായിരിക്കും നമ്മൾ ഇതിനകത്ത് നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നത്. ലഗ്നം എടുക്കുന്ന ലഗ്നത്തിൻ്റെ ഏത് പോർഷനിലാണ് ഈ വൃശ്ചികം വന്നിരിക്കുന്നത്, 6th ആണോ അതോ 10th ആണോ 7th ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കിയതിന് ശേഷം വേണം എന്താണെന്നുള്ള തീരുമാനത്തിലെത്താനായിട്ട്. അപ്പം ശാരീരികമായിട്ട് നോക്കിയാൽ നമുക്ക് ലോവർ അബ്ഡമനിൽ ആ പോർഷൻസാണ് നമുക്ക് വരുന്നത്. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ വളരെ റോങ് ആയിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒക്കെ നിൽക്കുന്ന ശനിയും രാഹു അങ്ങനെയുള്ളതൊക്കെ വന്നാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷന്, നമ്മൾ ബോൾ മൂവ്മെൻറ്റ്സ് പ്രോപ്പർ ആകാതിരിക്കുക, വയറിന് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എല്ലാം നമുക്ക് അവിടെ ഉടലെടുക്കുന്നതും ഈ ഒരു വൃശ്ചികം രാശി നോക്കിയാൽ മനസ്സിലാകും. നല്ല ഡോക്ടർമാരും നല്ല വൈദ്യന്മാരും ഒക്കെ പണ്ടത്തെ കാലത്തും ഇപ്പോഴും ആൾക്കാർ ചെറുതായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങി. ഫോളോ ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ എനിക്കറിയാം. ഇത് നോക്കുവർ ആ പാട്ടും കൂടെ നോക്കിയിട്ട് നോക്കിയാൽ കറക്റ്റ് അനലൈസ് ചെയ്യുന്ന കറക്റ്റ് ആയിരിക്കും. പിന്നീട് വല്ല സ്കാൻ ചെയ്താൽ കൃത്യമായിരിക്കും. വേറെ ഭാഗത്തായിരിക്കും ഇപ്പോൾ രാഹുവൊക്കെ നിൽക്കുന്ന ലേഡീസ് എന്നൊക്കെ വന്നാൽ ഈ സിസ്റ്റ് PCOD പോലുള്ള കംപ്ലയിൻസുകൾ കണ്ടിട്ടുണ്ട്. അവർക്ക് മെഡിക്കലി നമുക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റൈറ്റ് ഇല്ല, നമ്മളതിൻ്റെ ആളല്ല. എന്നാലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിച്ചാൽ ഇത് കൃത്യമായിരിക്കും. മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനെ ഒരു സൂചന കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ നല്ല ഡോക്ടേഴ്സിനെ കാണിക്കണം. വല്ല വയറിന് പ്രോബ്ലം വല്ല ഉണ്ട് സാർ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ട്, വയറ് ശരിയല്ല, കോൺസ്റ്റിപ്പേഷൻസ് കാര്യങ്ങളൊക്കെ, നല്ല ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ അഡ്വൈസ് മേടിക്കും. അപ്പോൾ ഈ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ശാഖകൾ ഏതൊക്കെ കാര്യങ്ങളിലേക്കാണ് നമ്മളെ പിന്നെ പണ്ട് കാലത്തെ വൈദ്യന്മാർ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നല്ല വൈദ്യന്മാർ ജാതകം കൂടെ പരിശോധിക്കുമായിരിക്കും. പരിശോധിച്ചിട്ടാണ് അവർ മരുന്ന് കുറിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈ ബർത്തിൽ വന്ന് വീണിരിക്കുന്ന ചില അസുഖങ്ങളൊന്നും ഫുൾ ക്യൂറൊന്നും ഉടനെ ഉണ്ടാവണമെന്നില്ല. അതവർ പറയും, ഇത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ജന്മനാ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്, ഇതിന് ഫുൾ ക്യൂർ ഇല്ല, പക്ഷേ നമുക്കത് കൺട്രോൾ ചെയ്ത് നിൽക്കാനുള്ള മരുന്നുകളാണ് ഞാനിപ്പോൾ തരുന്നത്. പിന്നെ നിങ്ങൾ ഇന്ന പോലുള്ള ക്രമങ്ങളൊക്കെ പാലിക്കണം, ഇന്ന പോലുള്ള കാര്യങ്ങളായിരിക്കണം, രാത്രി കുളിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് സയൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ ശാസ്ത്രം തന്നെ അതിന് തന്നെയാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്ത് അഡ്വൈസ് സ്വീകരിക്കണം. ഇപ്പോൾ 6ാം ഭാവാധിപൻ്റെ അല്ലെ രോഗാവസ്ഥ ലഗ്നാധിപൻ 6ൽ നിൽക്കുന്ന ആ പീരീഡൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മളത് ചെയ്തു തന്നെ പോകണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ അല്ലേ? മുൻകരുതലാണ് ഒരു മുൻകരുതൽ, അത് ആവശ്യമായിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു വൃശ്ചിക ലഗ്നക്കാർക്ക് അവരുടെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ആ ഒരു രത്നങ്ങളിലേക്ക് നമുക്ക് കടക്കണം. അതൊരു ബ്രേക്കിന് ശേഷം നമുക്കതിലേക്ക് തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ വൃശ്ചിക ലഗ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു വൃശ്ചികത്തിൻ്റെ തന്നെ ലഗ്നാധിപനായ ചൊവ്വയുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള ഈ രത്നങ്ങൾ എങ്ങനെയാണ്? അത് നമ്മൾ ആ വ്യക്തിയുടെ തന്നെ ചാർട്ട് തന്നെ അനലൈസ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ വെച്ചിട്ട് ഞാനതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ചാർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് വൃശ്ചിക ലഗ്നമാണ്. ഓക്കെ. ലഗ്നത്തിൽ തന്നെ ചൊവ്വ ഗുളികൻ നിൽപ്പുണ്ട്. പിന്നെ അതിൽ D9 ചൊവ്വയും ഗുളികനും വീണ്ടും ധനുരാശിയിൽ അംശകം ചെയ്യാന്ന് പറയും, അംശിച്ചിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഹൗസിൽ കേതു എന്ന് പറയുന്ന പ്ലാനറ്റ് നിൽപ്പുണ്ട് D1 ചാർട്ടിൽ. D1 D9 ചാർട്ടുകളാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഗ്നാധിപനാണ് എന്ന് പറഞ്ഞിട്ട് ചൊവ്വയുടെ കല്ല്
നമ്മൾ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചൊവ്വ ഇവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഓക്കെ, ഇയാളുടെ ചാർട്ടിൽ തന്നെയല്ല സെക്കൻഡ് ഹൗസിലൊക്കെ പോയി അംശകം ഗുളിയനുമായും പിന്നെ അവിടെ കേതു ഒക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആൾ തന്നെ ചൊവ്വയ്ക്ക് തന്നെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, ചൊവ്വയുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പം ചൊവ്വ നമ്മൾ സംസാരിക്കുന്നതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാതൊക്കെ സംസാരിച്ച് കളയും. അത് ആ സംസാര സ്ഥാനത്തൊക്കെ ആ പ്ലാനറ്റിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ വംശകത്തിലാണെങ്കിൽ പോലും നമുക്കത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയ കൊടാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംസാരം കൊണ്ട് സകല റിലേഷനും ഇല്ലാതാക്കി തീർക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ആ ഒരു പ്രശ്നം, ആ പ്രോബ്ലം ഇതിനകത്ത് വരാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് ഓക്കെ, ഓവറലവിടെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ആ സെക്കൻഡ് ഹൗസിൻ്റെ ഒരു മൈനസ് പോയിന്റ് കണക്കിലെടുത്തിട്ടാണ് ഇത് ലഗ്നാധിപനാണെങ്കിലും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന് മുന്നേ എപ്പിസോഡിൽ ഉല്ലാസ് ചോദിച്ചതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു റെഡ് അഗേറ്റ് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ റെഡ് കർണീലിയൻ എന്ന് പറയുന്ന സ്റ്റോണ് അവിടെ കൊടുക്കാം. അത് ആ ലഗ്നത്തെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ആ അരഗൻസിയും ആ ഒരു ആങ്കർ, ആ ദേഷ്യം അതൊന്നും ഉണ്ടാകത്തില്ല. ആ ലഗ്നത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ലഗ്നം നമ്മുടെ ശരീരമായതുകൊണ്ട് മനസ്സിലല്ലേ, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വൈറ്റമിൻസും മിനറൽസും തേച്ചുകുളിയും ഒക്കെ ഉണ്ടല്ലോ, ആയുർവേദത്തിൽ പറയുന്നില്ലേ. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു റെഡ് കല്ല് ചെറിയ രീതിയിൽ നമുക്ക് അതിനകത്ത് കെട്ടിയിടാം. ഗേറ്റ് സ്റ്റോണൊക്കെയാണ് റെഡ് ഗേറ്റ്, റെഡ് ടെർമലൈന്, ഇങ്ങനെയുള്ള സ്റ്റോണുകൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ആൾക്ക് ഉപയോഗിക്കാം. പക്ഷേ റെഡ് കോറിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ധരിക്കുന്നതുകൊണ്ടല്ല, ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഓവർ കോൺഫിഡൻസ്, എടുത്തുചാട്ടം, അത് നമുക്ക് ഒരു നാശത്തിലേക്ക് പോരുതല്ലോ, എഴുന്നള്ളിക്കരുതല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ലഗ്നത്തിൻ്റെ 7th ഹൗസ് ഇടവത്തിൽ ചന്ദ്രൻ ഉച്ചസ്ഥിതി, 9ാം ഭാവാധിപൻ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു. അത് ഈ ചാർട്ടിൻ്റെ പ്രത്യേകതയാണ്. D9ലും ചന്ദ്രൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ചന്ദ്രബലം ഈ ചാർട്ടിലുണ്ട്. അപ്പോൾ ചന്ദ്രനും ചൊവ്വയും പരസ്പര ദൃഷ്ടി ഇതിനകത്ത് വന്നിരിക്കുന്നതും ഈ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റാണ്. എന്നാൽ ഇദ്ദേഹത്തിന് 7ാം ഭാവാധിപൻ, അതായത് ചന്ദ്രൻ നിൽക്കുന്നത് ഇടവം എന്ന് പറയുന്നത് ശുക്രൻ്റെ ഹൗസാണ്. ആ ശുക്രൻ നീചത്തിൽ പോയി. വീനസിനിവിടെ ഡെബിലിറ്റേഷൻ സംഭവിച്ചു. വീനസിന് ഡെബിലിറ്റേഷൻ സംഭവിച്ചുകൊണ്ട് അയാൾക്കിനി എന്ത് ശുക്രദശയാണേലും ആ കല്ല് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പാടില്ല. 7ാം ഭാവത്തിന് വലിയ റോങ് എഫക്റ്റ് ഉണ്ടാകുമോ? പിന്നെ 7ാം ഭാവാദി ശുക്രനൊക്കെ നിന്നാൽ ഫാമിലി ലൈഫിലുണ്ടാകുന്ന അത്രയും ത്രെട്ട് പുള്ളിക്ക് വരാൻ ചാൻസ് ഇല്ലാത്തത് കാരണം ഈ ചന്ദ്രൻ്റെ എക്സോൾഷൻ ഭാഗ്യാധിപനാണ് പോയി നിൽക്കുന്നത് 7ൽ. ആ ഒരു ബലം ഉള്ളത് കൊണ്ട് വൃശ്ചികലഗ്നത്തിൻ്റെ ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് കർക്കിടകമാണ്. അതിൻ്റെ അധിപൻ ചന്ദ്രൻ 7ൽ നിൽക്കുമ്പോൾ അത് കുറച്ചൊരു പ്ലസ് പോയിൻ്റാണ് പാർട്ട്ണറെ സംബന്ധിച്ചിടത്ത്. ഇദ്ദേഹത്തിന് പാർട്ട്ണറെ ഭാഗ്യാധിപൻ 7ൽ വന്നാൽ പല ഭാഗ്യാനുഭവങ്ങളും മാരേജിന് ശേഷമായിരിക്കും വരുന്നത്. അതായത് ഈ പാർട്ട്ണർ ത്രൂ ആയിരിക്കും വരുന്നത്. പക്ഷെ അവിടെ ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. ആ ശുക്രൻ പോയി നീചത്തിൽ പോയി. ഒരു 50-50 ഫലം വന്നു തുടങ്ങും. 10ാം ഭാവാധിപൻ, അതായത് ചിങ്ങമാണ്. കർക്കിടകം 9 കർക്കിടകമാണ്, 10 ചിങ്ങമാണ്. കർമാധിപൻ 11ൽ നിൽപ്പുണ്ട്. വളരെ പ്ലസ് പോയിൻ്റാണ്. അതായത് 10ാം ഭാവാധിപൻ സൂര്യൻ 11ൽ നിൽക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം കർമ്മം അതായത് ഉള്ള കരിയർ ഏറിയയിൽ ഗവൺമെൻറ് റിലേഷൻ ഉണ്ടാവും, കിട്ടും. പിന്നെ ഫാദറാണ്, അച്ഛനാണല്ലോ സൂര്യന്. ആ സൂര്യൻ 11ൽ നിൽക്കുന്നത് അച്ഛൻ്റെ എല്ലാ ഗുണങ്ങളും ഇദ്ദേഹത്തിന് കിട്ടും. പിന്നെ പേരൻസ് ഗുണമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഞാൻ കണ്ടത്. കാരണം ഈ ചന്ദ്രനാണെങ്കിലും എക്സോൾട്ടഡ് ആണ്. അത് ലഗ്നത്തിലോട്ട് തന്നെ നോക്കി നിൽക്കുന്നു. 7ലെ ചന്ദ്രൻ, 11ൽ സൂര്യൻ. അപ്പോൾ പേരൻസ് ഗുണമുള്ള ആളാണ്. എന്നാൽ പാർട്ട്ണർ സൈഡ് നോക്കുമ്പോൾ ചെറിയൊരു മൈനസ് പോയിൻ്റ് ഉണ്ട്. അത് പ്ലസും മൈനസും ഇല്ലാത്ത ആരുണ്ട് ലൈഫിൽ?
അത് ഒരു നമുക്ക് ആർക്കും ഇല്ല, എനിക്കില്ല, നിങ്ങൾക്ക് ആർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. അത് കയറി ഇറങ്ങി നിൽക്കും ലൈഫിലെല്ലാം. എനിക്ക് തികഞ്ഞ ഒരു മനുഷ്യനെ കാണാനായിട്ട് അങ്ങനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്തുള്ള മൈനസ് പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ. സ്റ്റോൺ കൊടുത്തിരിക്കുന്ന റൂബിയാണ്. അതായത് വൃശ്ചിക ലഗ്നമാണ്, ലഗ്നത്തിൽ തന്നെ ചൊവ്വ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ലഗ്നാധിപൻ്റെ കല്ല് അവിടെ കൊടുത്തിട്ടില്ല, റെഡ് കോറൽസ് കൊടുത്തിട്ടില്ല. അപ്പോൾ സാറ് എനിക്ക് തോന്നുന്നു പറഞ്ഞ ഒരു പ്രശ്നം, ആൾക്ക് ഈ ഒരു ഇഷ്യൂസ് വരാനുള്ള ഒരു സാധ്യം ആളുടെ സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു പ്രശ്നം പറഞ്ഞ് വഷളായി പോവാന്ന് പറയുന്നുണ്ടല്ലോ. അത് ഈ റെഡ് കോറലും കൂടെ വാങ്ങിയിട്ടാൽ ചിലപ്പം അത് ഡബിൾ ആവും. എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഒറ്റ ഡയലോഗിലെല്ലാം റിലേഷൻ തീരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എടുത്തിയാട് ഒന്നും ആലോചിക്കുന്നില്ല. ആരാ ഇത് ചെയ്യുന്ന? ചൊവ്വയ്ക്ക് ലൈറ്റ്നിങ് പ്ലാനറ്റ്, അത് സഡൻ ആക്ഷൻ. അത് സെക്കൻഡ് ഹൗസിലാണ് നിൽക്കുന്നതെങ്കിൽ സംസാരത്തിലായിരിക്കും സ്പീഡ് വരുന്നത്. പെട്ടെന്ന് സംസാരിക്കും, ആവശ്യമില്ലാതെ കയറി സംസാരിക്കും, അതോടെ തീരും. നീ ഇപ്പം ഇതിനകത്ത് സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നല്ലോടാ, നീ കയറി സംസാരിച്ചത് കുളവാക്കി എന്നൊക്കെ പറയത്തില്ല ആൾക്കാർ. ഈ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ റൂബി കൊടുത്ത് എത്ര ക്യാരറ്റ് കൊടുത്തു? ഒരു 3 to 4 ക്യാരറ്റ്സ് റൂബി കൊടുത്തു ലൈഫ് ടൈം. ഇപ്പോൾ കരിയറിൽ പുള്ളി സ്ട്രോങ് ആയി. സംസാരം കൊണ്ട് എന്ത് വന്നാലും ജോലി പോകത്തില്ല. കാരണം കരിയർ തരുന്ന ആൾ സൂര്യനാണ്. സൂര്യൻ ബലപ്പെട്ടു. ഒന്നിന് പകരം വേറൊന്ന് കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇത് ഈ ചാർട്ടിൽ നമുക്ക് സ്റ്റോൺ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹൗസ് വീക്ക് ആണെങ്കിലും 10th ഹൗസ് നന്നായാലും മണി ജനറേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടെക്നിക്ക്, അത് ഈ ചാർട്ടിൻ്റെ പ്രത്യേകതയാണ്. ഇതിനകത്ത് നമുക്ക് ചാർട്ട് ഈസ് ഗുഡ്, ഓൾമോസ്റ്റ് ഒരു വലിയ കുഴപ്പമില്ലാത്ത ചാർട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിലും ചൊവ്വയുടെ ലഗ്നം കൊടുക്കാത്ത ഒരു ചാർട്ടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് ഈ റെഡ് കോറൽ അല്ലെങ്കിൽ ലഗ്നത്തിൽ നന്നായിട്ട് കൊടുക്കേണ്ട വൃശ്ചിക ലഗ്നക്കാരനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് റെഡ് കോറൽ കൂടുതൽ കൊടുത്തത്? ആ ഒരു വിവരങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.